എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ഇടിയപ്പവും അതിന് കോംബോവായി ഒരു സ്പെഷ്യൽ മുട്ടക്കറിയുമാണ്. ഇടിയപ്പം, നൂൽപുട്ട്, സേവ എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. എല്ലാ മലയാളികളുടെയും പ്രഭാത ഭക്ഷണമാണ് ഇത്. അരി പൊടിച്ച് ചുടുവെള്ളത്തിൽ കുഴച്ചാണ് സാധാരണ എല്ലാവരും ഇടിയപ്പം ഉണ്ടാക്കാറ്. ഇതൊരു മെനക്കേട് പിടിച്ച പണിയായാണ് മിക്കവരും കരുതുന്നത്. അതുകൊണ്ട് ഇതുണ്ടാക്കാൻ പലർക്കും മടിയാണ്. എന്നാൽ നമ്മൾ ഇന്നുണ്ടാക്കുന്ന രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കി നോക്കൂ. സ്വാദും സോഫ്റ്റും മികച്ചതാണെന്നതിന് പുറമെ ഉണ്ടാക്കാനുള്ള എളുപ്പവും ഇത് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി മാറും. ഇഡ്ഡലിയും ദോശയും ചുടുന്ന ലാഘവത്തോടെ ഇനി മുതൽ ഇടിയപ്പം ഉണ്ടാക്കാം. 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇടിയപ്പത്തിന് കോംബോവായി തേങ്ങാ ചട്നി, സാമ്പാർ, ഇഷ്ടു, ചിക്കൻ കറി, മീൻ കറി എന്നിങ്ങനെയുള്ള ഏതു കറിയും നല്ലതായിരിക്കും. ഇനി കുട്ടികൾക്കാണെങ്കിൽ പാലും പഞ്ചസാരയും മാത്രം മതി. ഇടിയപ്പത്തിന് മുകളിൽ തേങ്ങാപ്പാലൊഴിച്ച് ശർക്കര വിതറി കുറച്ച് തേങ്ങയും കൂടി ചേർത്താൽ അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാനാവാത്ത വിധം രുചികരമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇടിയപ്പം ഉണ്ടാക്കാം. ഇതിന് 1/2 കിലോ പൊന്നിയരി കഴുകി വെള്ളമൊഴിച്ച് ചുരുങ്ങിയത് 5 മണിക്കൂർ കുതിർക്കാനിടുക. രാത്രി കുതിർക്കാനിട്ടാൽ രാവിലെ അരി ഗ്രൈൻഡറിലോ മിക്സിയിലോ ഉപ്പ് ചേർത്ത് അരയ്ക്കുക. നല്ല നൈസായി തരി ഒട്ടുമില്ലാതെ അരയ്ക്കണം. അരച്ച മാവിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യിനു പകരം നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിക്കാം. മാവ് നല്ല സ്മൂത്തായി പിഴിയാൻ കിട്ടാനാണ് എണ്ണയോ നെയ്യോ ചേർക്കുന്നത്. നെയ്യ് ചേർക്കുകയാണെങ്കിൽ മണവും സ്വാദും കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കും. ഇനി ഗ്യാസ് കത്തിച്ച് മാവ് കുറുക്കിയെടുക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഗ്യാസ് സിമ്മിൽ വെച്ച് കുറുക്കുക. ചെയ്ത് നല്ല പരിചയമുള്ളവർക്ക് ഗ്യാസ് മീഡിയത്തിലും സിമ്മിലും മാറി മാറി വെച്ച് മാവ് കുറുക്കാവുന്നതാണ്. മാവ് കുറുക്കുന്നത് ശരിയായില്ലെങ്കിൽ ഇടിയപ്പം പിഴിയുന്നത് ദുഷ്കരമാവും. കൈവിടാതെ കട്ട ഉടച്ചു കൊടുത്ത് കുറുക്കിയെടുക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റ് മാവ് തയ്യാറാക്കാം. വെള്ളം വറ്റി മാവ് കുറുകുന്ന ഈ സ്റ്റേജിൽ വാങ്ങുക. കൂടുതൽ കട്ടിയായിട്ടാണ് മാവ് വാങ്ങുന്നതെങ്കിൽ പിഴിയാൻ കുറച്ച് പ്രയാസമായിരിക്കും. കൈ വെള്ളത്തിൽ മുക്കി മാവിൽ തൊട്ടാൽ മാവ് കയ്യിൽ ഒട്ടാത്ത പാകം, അതാണ് നമുക്ക് വേണ്ടത്. 1-2 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കും വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. ഇത്രയും ഈസിയായി മാവ് തയ്യാറാക്കാനുള്ള മാർഗം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. 5 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റ് മാവ് തയ്യാറാക്കാം. ഈ മാവ് ഉപയോഗിച്ച് കൊഴുക്കട്ട, ഇലയട, പൊരിച്ച പത്തിരി എന്നിവയും ഉണ്ടാക്കാം. ഇനി നമ്മൾക്ക് ഇടിയപ്പം പിഴിയാനുള്ള സേവനാഴിയിൽ എണ്ണ പുരട്ടി കൊടുക്കാം. ഇന്ന് പലതരത്തിലുള്ള സേവനാഴികൾ ലഭ്യമാണ്. ഇതിൽ ചെറിയ ഹോളുള്ള അച്ചാണ് ഇടിയപ്പത്തിന് ഉപയോഗിക്കേണ്ടത്. അതിലും എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി ഇത് സ്റ്റീമറിൽ ഒരു വാഴയില വെച്ചതിന് ശേഷം സേവനാഴിയിൽ മാവിട്ട് പിഴിയുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സ്മൂത്തായിട്ടാണ് പിഴിയുന്നത് എന്ന്. കൈ ഒട്ടും വലിക്കാതെ നമ്മൾക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ഇടിയപ്പ സ്റ്റാൻഡിലും ഉണ്ടാക്കാം. അതിലെ പ്ലേറ്റിൽ എണ്ണ തടവി മാവ് പിഴിയാം. അല്ലെങ്കിൽ ഇതുപോലെ ഇല വെച്ച് എണ്ണ തടവി കൊടുത്ത ശേഷം ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. ഇലയിൽ വെച്ച് ആവി കയറ്റിയെടുക്കുന്ന ഇടിയപ്പത്തിന് സ്വാദേറും. ഇങ്ങനെ ഇല വെച്ചും അല്ലാതെയും പ്ലേറ്റിൽ ഇടിയപ്പം പിഴിഞ്ഞത് ഇടിയപ്പ സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ ഇഡ്ഡലി പ്ലേറ്റിലും ഉണ്ടാക്കാം. ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടിയതിനു ശേഷം മാവ് പിഴിയുക. ഇനി ഇടിയപ്പം നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്നത് പോലെ തന്നെ 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ ആരോഗ്യത്തിന് അത്യുത്തമമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വളരെ ഈസിയായി ഇനി നിങ്ങൾക്കും നല്ല പൂ പോലെ മൃദുവായ ഇടിയപ്പം തയ്യാറാക്കാം. ഇനി നമ്മൾക്ക് മുട്ടക്കറി തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊഴിച്ച് വെക്കുക. ഇതിലേക്ക് എത്ര മുട്ടയാണോ പുഴുങ്ങേണ്ടത് അത്രയും എണ്ണ നല്ലപോലെ കഴുകിയതിനു ശേഷം വെള്ളത്തിലേക്ക് സാവകാശം ഇടുക. പെട്ടെന്ന് ഇട്ടാൽ മുട്ട പൊട്ടിപ്പോകും. മുട്ടയുടെ തോട് പൊട്ടി ലീക്കാകാതിരിക്കാൻ കുറച്ച് കല്ലുപ്പ് കൂടി ചേർക്കാം. കല്ലുപ്പിന് പകരം 1/2 സ്പൂൺ എണ്ണ ഒഴിച്ചാലും മുട്ടയുടെ തോട് പൊട്ടിപ്പോവില്ല. ഇനി ഇത് അടച്ച് 10 മിനിറ്റ് വേവിക്കുക. മുട്ടക്കറിക്കുള്ള സവാളയും തക്കാളിയും കൂടി എടുത്തു വയ്ക്കാം. മുട്ടക്കറിക്കുള്ള ചേരുവകൾ സവാള, കുറച്ച് കറിവേപ്പില, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, ഒരു പച്ചമുളക് എന്നിവയാണ്. ഇനി മുട്ടക്കറിക്കുള്ള മസാല വറുത്ത് അരയ്ക്കണം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക്
2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. നാടൻ വിഭവങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ സ്വാദ് ഒന്നുകൂടി കൂടും. എണ്ണ ചൂടാവുമ്പോൾ 2 സവാള നീളത്തിൽ മുറിച്ചത് ചേർക്കുക. സവാള വാടി കണ്ണാടി നിറമാകുമ്പോൾ കറിവേപ്പിലയും 1 തക്കാളി അരിഞ്ഞതും 1 തുണ്ട് ഇഞ്ചിയും 5 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക. പച്ചമണം മാറി നല്ലപോലെ വഴണ്ടി വന്നാൽ എണ്ണ ഇങ്ങനെ സൈഡിലാക്കി സവാളയും തക്കാളിയുമെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം. ആറിയതിനു ശേഷം മസാല അരയ്ക്കുക. നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട തോട് കളഞ്ഞതിന് ശേഷം ഓരോന്നും കത്തി കൊണ്ട് വരയുക. മസാല മുട്ടയുടെ ഉള്ളിലേക്ക് ഇറങ്ങാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 4 മുട്ടയാണ് മുട്ടക്കറി ഉണ്ടാക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി സവാളയും തക്കാളിയും വഴറ്റിയപ്പോൾ ബാക്കി വന്ന എണ്ണയിൽ തന്നെ മുട്ടയിട്ട് സിമ്മിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മസാലയുടെ പച്ചമണം മാറി മുരിഞ്ഞു വന്നാൽ മുട്ട വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായി നമ്മൾക്ക് മുട്ടക്കറി തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 ബ്രിഞ്ചി ഇല 2ആയി മുറിച്ചതും 3 ഗ്രാമ്പുവും 2 തുണ്ട് പട്ടയും ചേർക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ജീരകപ്പൊടി, 1 സ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക. ഗ്യാസ് സിമ്മിൽ വെച്ച് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. വഴറ്റിയ മസാല അരച്ചത് ചേർത്ത് വഴറ്റുക. മസാലയിൽ നിന്നും എണ്ണ തെളിഞ്ഞു വരുമ്പോൾ കറിക്ക് എത്ര തിക്നെസ് വേണമോ അത്രയും വെള്ളം ഒഴിക്കുക. മസാല 5 മിനിറ്റ് തിളപ്പിക്കുക. തിളച്ച മസാലയിലേക്ക് വറുത്ത് വെച്ച മുട്ടകൾ ചേർത്ത് 2 മിനിറ്റ് തിളപ്പിക്കുക. വാങ്ങാറാകുമ്പോൾ 1 പച്ചമുളക് മുഴുവനോടെ ചേർക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഫ്രഷ് ക്രീമോ 1 കപ്പ് തേങ്ങാപ്പാലോ ഒഴിക്കുക. കൊത്തമല്ലി തഴ കൂടി തൂവിയാൽ മുട്ടക്കറി റെഡി. ഇനി നമ്മൾക്ക് ഇടിയപ്പവും മുട്ടക്കറിയും സെർവ് ചെയ്യാം. ഇന്നുണ്ടാക്കിയ ഈ 2 വിഭവങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.